ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പഞ്ഞി പോലെയുള്ള ഒരു അപ്പമാണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉഴുന്നൊന്നും കുതിർക്കാൻ വേണ്ടി വെക്കുന്നില്ല. അതുപോലെ തന്നെ മാവ് അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാനും വെക്കണില്ല കേട്ടോ. അല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് ഇന്നത്തെ റെസിപ്പി. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനോയോ ഒന്നും ചേർക്കുന്നില്ല. അതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചരി ഇല്ലേ, ആ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു അളവാണ് ഞാൻ കാണിക്കുന്ന. ഈ ഒരു ബൗളിൽ ഒരു ബൗൾ പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കാണിക്കുന്ന അളവ് കേട്ടോ. ഇനി ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വരാം. അപ്പോൾ ഇത് അരിയെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 4-5 തവണയൊക്കെ കഴുകി എടുക്കണം കേട്ടോ. പിന്നെ നമ്മളിത് അരയ്ക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് അരയ്ക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയൊരു തേങ്ങയായിരുന്നു. ആ ഒരു തേങ്ങയുടെ ഒരു പകുതി തേങ്ങാ ഭാഗം ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് ചോറ് ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ അടുത്ത് വരെ ഉണ്ടാവും ഉലുവ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഞെരടി തിരുമ്മി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുന്നെയാണ് ഇപ്പോൾ ഇതതുപോലെ ഞെരടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അരി കഴുകുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് തന്നെ എടുക്കണം. പിന്നെ നമ്മൾ ഇത് കഴുകി കൊടുക്കാത്തതാണ്. അതുപോലെ തന്നെ ഉലുവ ഞാൻ കഴുകി വെച്ചിട്ടുള്ള ഉലുവ ആയതിൻ്റെ പേരിലാണ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിരുമ്മി ഞെരടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അരി എടുത്ത സെയിം ബൗളിൽ ഒരു ബൗൾ വെള്ളമാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു മാവിന് ആ ഒരു ബൗൾ വെള്ളം തന്നെയാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അരി എടുക്കുന്നതിനനുസരിച്ചിട്ടൊക്കെ എടുക്കുക. വെള്ളം നമുക്ക് ഈ ഒരു ഇതുപോലെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ. അരി ആ ഒരു വെള്ളത്തിൽ മുങ്ങി നിൽക്കണം. ആ രീതിക്കാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായി തിരുമ്മി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ മൂടി വെച്ച് കൊടുക്കുക. ഒരു 5-6 മണിക്കൂറൊക്കെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് രാത്രിയാണ്. അപ്പോൾ ഇനി നമുക്ക് രാവിലെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഓവർനൈറ്റാണ് ഞാൻ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ ആ ഒരു അരിയിൽ നമ്മൾ ആ അരിയും കാര്യങ്ങളെല്ലാം കുറച്ച് പൊങ്ങിയൊക്കെ വന്ന് കണ്ടോ, നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഈ രീതിക്കാണ് നമുക്ക് കിട്ടുക ഒരു 5-6 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പ് ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു പുളി വേണം. നമുക്ക് ഈ ഒരു ദോശയ്ക്ക് ചെറിയൊരു പുളി വേണം. അപ്പോൾ അതിൻ്റെ പേരിൽ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ഞാനിതാ ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇതിൽ ഈസ്റ്റും കാര്യങ്ങളൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒറ്റ തവണ അരയ്ക്കുന്നതിന് കൂടുതലുണ്ട് ഇത്. അപ്പോൾ ഞാനിതാ പകുതി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ച് വെച്ച ഈ ഒരു വെള്ളത്തിൽ വേണം നിങ്ങൾ എത്ര തവണ അരച്ചെടുക്കുന്നോ അത്രയും തവണ അരയ്ക്കുന്നതിനുള്ള വെള്ളം നമ്മുടെ ഈ ഒരു അരിയിൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഇത് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതുണ്ടാവും ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഞാനിതാ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും അരക്കട്ടെ. അപ്പോൾ രണ്ടാമത്തതും ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബാറ്റർ നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ പേരിൽ ഞാൻ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. പക്ഷേ അത് നന്നായിട്ട് ആ ഒരു ജാറിൽ നിന്ന് മാവ് നന്നായിട്ട് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാവ് നന്നായിട്ട് എടുക്കുക, കളയരുത്. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യണ്ട. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവർ ചൂടായപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം തളിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചൂട് ആവണ്ട, ഓവറായിട്ട് ചൂട് വേണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഓരോ തവി മാവ് ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുക. ഇത്തിരി ലൂസായിട്ട് ഇതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ചുറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കണ്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഹോൾസ് എല്ലാം കംപ്ലീറ്റ് വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മാവ് ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഹോൾസ് കംപ്ലീറ്റ് വന്ന ശേഷം നമുക്ക് ഗ്യാസ് നന്നായിട്ട് കുറച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് 2-3 സെക്കൻഡ് ഒന്ന് ഇതുപോലെ മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ട നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് കേട്ടോ. കണ്ട നിറയെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതിൽ
ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ അടുത്തതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൻ ഓവർ ചൂടായി പോവരുത് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്പച്ചട്ടിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ദോശച്ചട്ടിയിലും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ, എണ്ണ തടവിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ഹോൾസ് വന്നതിന് ശേഷമാണ് കേട്ടോ മൂടി വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് എടുക്കുക. കണ്ടോ, നന്നായിട്ട് വെന്ത് നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തവി വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അഥവാ നിങ്ങൾ അതുപോലെ കുറച്ച് കട്ടിക്കാണ് മാവ് ഇരിക്കുന്നത് വെച്ചെങ്കിൽ ഇത്തിരി വെള്ളം നിങ്ങൾ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി മാവിലേക്ക് കേട്ടോ. ഈ ഒരു പാകത്തിലാണ് മാവ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ഞി പോലത്തെ അപ്പം എന്താ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു അപ്പം കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്തതിൻ്റെ പേരിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടും മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഒത്തിരി റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്കും തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പാണ്. നമുക്ക് മാവും കൂടെ അരച്ചിട്ട് പിന്നെ നമുക്ക് പൊങ്ങാനൊന്നും വെക്കുന്നില്ല. ഒറ്റയടിക്ക് തന്നെ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു, അരി കുതിർക്കാൻ വെക്കുന്നു, അരയ്ക്കുന്നു, അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ നമുക്ക് എളുപ്പപ്പണി തന്നെയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാം. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.